നമ്മളും ഏറ്റവും അധികം ഖുർആൻ കേൾക്കേണ്ടത് റമദാനിലാണ്. സഹോദരങ്ങളെ, അതിനുള്ള നല്ലൊരു മാർഗമാണ് വിശുദ്ധ റമദാനിൽ തറാവീഹ് നിസ്കരിക്കുമ്പോ ഖുർആൻ കേൾക്കാനുള്ള നല്ല സൗകര്യം ഒരുക്കുക. നിങ്ങൾ ഹറമിൽ പോയി നോക്കൂ, നമ്മളെക്കാൾ എത്രയോ ക്ഷീണവും പ്രാരാബ്ധവും വയസ്സുമുള്ള ആളുകൾ വടി കുത്തി പിടിച്ചിട്ടാണ് അവിടെ വിശുദ്ധ റമദാനിലെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത്. 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ സമയം ദൈർഘ്യമാണ്. അങ്ങോട്ട് അടിച്ചു പൊളിച്ച് നീട്ടി വലിച്ച ഒറ്റ ഓത്തൂല, സാവകാശ ഓതി. അത്രയും 10,000 ആളുകൾ ഓരോ സമയം ഇങ്ങനെ കൂടുമ്പോൾ ലക്ഷമായിട്ട് ഇങ്ങനെ മാറും. 27 രാവിലെ അവസാനത്തെ 10 തിങ്ങി നിറഞ്ഞ ആ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് എന്താണ് ആ നിൽക്കുന്നത്? എത്രയും നേരം ഓത്ത് കേൾക്കാനാണ് ഇത്രയും ക്ഷീണം അനുഭവിച്ചു നിൽക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന അറബിയെ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നും, പടച്ചോനെ ഇദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ട്. ഒരു കയ്യിൽ വടി ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ടാണ് ഖിയാമിൽ നിൽക്കുന്നത്, റുക്കൂയിലല്ല ഖിയാമിൽ. ആ വടിയുടെ സഹായത്തിലാണ് റുക്കൂവും ചെയ്യുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആ വടി താഴെ വെക്കുന്നു, സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ പിന്നെ ആ വടി കുത്തിപ്പിടിക്കുന്നു. കുത്തിപ്പിടിച്ചിട്ടാണ് നിസ്കരിക്കുന്നത് അർത്ഥം. ഇത്രയും ദൈർഘ്യമായ ഓത്ത് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ദുആ നടത്താൻ കാരണം. ഉമർ റളിയല്ലാഹുവിനെ ഇമാമാക്കി നിർത്തിയത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെയാണ്. ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന, കാണാതെ നന്നായി ഖുർആൻ ഓതാൻ അറിയുന്ന സ്വഹാബി. ഖുർആൻ ഇത്രയും കാലം നമ്മൾ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിലാണല്ലോ ഖുർആൻ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത്, ഓതേണ്ടത്. അതുകൊണ്ട് അതിന് ചാൻസ് ആണ് വിശുദ്ധ റമദാൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ സുദീർഘമായി ഖുർആൻ ഓതിയിട്ടാണ് സ്വഹാബത്ത് നിസ്കരിച്ചത്.